ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുമ്പേ ഇങ്ങോട്ട് അയച്ചത്. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഈ വചനത്തിനൊരു പശ്ചാത്തലമുണ്ട്. സഹോദരങ്ങളാൽ വഞ്ചിക്കപ്പെട്ട് പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞ് അവിടെ നിന്നും ഈജിപ്തിലെ വ്യാപാരികൾക്ക് വിറ്റ് ഈജിപ്തിൻ്റെ അധികാരിയായി മാറിയ ജോസഫിൻ്റെ ജീവചരിത്രം. ക്ഷാമത്തിൻ്റെ കാലത്ത് ജോസഫിൻ്റെ അടുക്കിലേക്ക് സഹോദരങ്ങൾ കടന്നു വന്ന് സഹായം അഭ്യർത്ഥിക്കുമ്പോഴാണ് ജോസഫ് പറഞ്ഞ വാക്ക്, നിങ്ങൾക്ക് മുമ്പേ കർത്താവ് എന്നെ ഇവിടെ വിട്ടു. സഹോദരങ്ങൾ വഞ്ചിച്ചിട്ട് പോലും, വേദനിപ്പിച്ചിട്ട് പോലും, പൊട്ടക്കിണറ്റിൽ എറിഞ്ഞ് അവിടെ നിന്ന് വ്യാപാരികൾക്ക് വിറ്റ് ജോസഫിൻ്റെ ജീവിതം മുഴുവനും ദാരുണമായിരുന്നു. സഹനങ്ങളിലൂടെ കടന്നുപോയ ജോസഫ് സഹോദരങ്ങളാൽ, എന്നിട്ടും തൻ്റെ സഹോദരങ്ങളോട് എല്ലാം മറന്ന് ക്ഷമിക്കുന്ന ഒരു ജോസഫിനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. സഹോദരങ്ങളെ, ഇന്ന് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സഹോദരങ്ങളോ, നമ്മുടെ മാതാപിതാക്കളോ, നമ്മുടെ ജീവിത പങ്കാളിയോ, മക്കളോ നമ്മളോട് എന്തെങ്കിലും വേദനിപ്പിച്ച കാര്യങ്ങളിൽ നിങ്ങൾ വിഷമിച്ച് ക്ഷമിക്കുവാൻ പറ്റാതെ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഇതാ ജോസഫ് നിങ്ങളുടെ മുമ്പിൽ ഒരു ചിത്രമായി, ഒരു മാർഗമായി, ഒരു ഉപദേശമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. നമ്മുടെ മുമ്പിൽ ഒന്നും തന്നെ ഇല്ല. ഒരു നിസ്സാരമായ ഒരു ജീവിതത്തിൽ നമുക്ക് എന്തിനാ ഈ പക, എന്തിനാ വിദ്വേഷം? നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാമെന്നേ. എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവരോടും രമ്യതപ്പെട്ട് ഒരു മനമോടെ ദൈവത്തിൻ്റെ മക്കളായി മാറുവാൻ നമ്മൾ തയ്യാറായാൽ, ക്ഷമ കൊടുക്കുവാനും ക്ഷമ മേടിക്കുവാനും തയ്യാറായാൽ, സ്വർഗീയ തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അനുഗ്രഹം നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണും. ആമേൻ.